അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു 3D സ്പേഷ്യൽ വാൾപേപ്പർ നമ്മുടെ ഐഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഐ ബട്ടണിലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കൊടുക്കുന്നതായിരിക്കും, നിൽക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഐഫോണിൽ ഒരു കസ്റ്റം റിംഗ് ടോൺ വേറെ ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ നമ്മുടെ ഐഫോണിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് ഗ്യാരേജ് ബാൻഡോ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ആപ്പ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കസ്റ്റം റിംഗ് ടോൺ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പലയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ഏതാണ് MP3 നിങ്ങൾക്ക് റിംഗ് ടോണായിട്ട് സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലേക്ക് ഫയൽസ് ആപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫയൽസ് ആപ്പോട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഒരു സെറ്റ് ചെയ്യാൻ പോകുന്ന റിംഗ് ടോൺ സെറ്റ് ചെയ്യാൻ പോകുന്ന MP3. അതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഷെയർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നിങ്ങൾ മോർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടും യൂസ് ആസ് റിംഗ് ടോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിംഗ് ടോൺ സെക്ഷനിലേക്ക് ഡയറക്റ്റ് പോകുന്നതായിരിക്കും. നമ്മുടെ റിംഗ് ടോൺ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അപ്പം ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. കണ്ടില്ല, നമ്മുടെ റിംഗ് ടോൺ, നമ്മുടെ കസ്റ്റം റിംഗ് ടോൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു റിംഗ് ടോൺ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടും ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റിംഗ് ടോൺ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഐഫോൺസ് നമുക്ക് ഒരു കസ്റ്റം റിംഗ് ടോൺ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഉപകാരപ്പെടുന്നതിലേക്ക് കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്തതിൽ കാണുന്നതായിരിക്കും. സി യു.